അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ A3 സൈസിൽ വരുന്ന മ്യൂറൽ പെയിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻ്റ് എടുത്ത് വെച്ചതാണിത്. അപ്പോൾ നമ്മളിതിവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിലേക്കുള്ള ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. നമ്മൾ ഗോൾഡൻ കളറിൽ നേരത്തെ ചെയ്തില്ലേ, ആ ഒരു സൈസിലും 3 സൈസിലും നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതിന് വേണ്ട ഫോട്ടോ നമ്മൾ ഇന്നിവിടെ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 12:8 ഒരു ഫോട്ടോ ഫ്രെയിമും 10:8 4 ഫോട്ടോ ഫ്രെയിമുമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഗ്ലാസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഫോട്ടോ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് ഗ്ലാസ് ആദ്യം നമുക്ക് ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ. നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷാമ്പു ചെയ്തിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഷാമ്പു മിക്സ് ചെയ്തിട്ട് ആ ഗ്ലാസ് നന്നായിട്ട് നമുക്കൊന്ന് തിളങ്ങി കിട്ടുമല്ലോ, അതിനുവേണ്ടി നമ്മൾ ഗ്ലാസ് കുറച്ച് ഷാമ്പു ചെയ്ത വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒരു വൃത്തികേടായിട്ടല്ലേ തോന്നുക. അപ്പോൾ നമുക്ക് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു തെളിച്ചം ഉണ്ടാകും നമ്മളിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് നന്നായിട്ട് തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഗ്ലാസ് കട്ട് ചെയ്താൽ അപ്പോൾ അതിൻ്റെ സൈഡുകളൊക്കെ ചിലപ്പോൾ നല്ല മൂർച്ച ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൈ മുറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഏകദേശം വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞ് ഗ്ലാസ് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഇതിലേക്ക് വേണ്ട ഫ്രെയിം എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്കിൽ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അതിൽ കാണാൻ വേണ്ടിയിട്ട്, കണ്ടോ. അപ്പോൾ ഇത് നമ്മളില്ലേ വൈറ്റ് പെയിൻറ്റ് ഒക്കെ അടിച്ച് വോളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഫ്രെയിം എടുത്തിട്ട് നമ്മൾ അതിൽ ഇനി ഗ്ലാസ് സെറ്റ് ചെയ്യാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാനേ ഉള്ളൂ, കാരണം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തതാണ്, അതിലേക്ക് കറക്റ്റ് അളവ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ഫോട്ടോ എങ്ങനെയാണ് വെക്കാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫോട്ടോ വെച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഫോട്ടോ വെച്ച് ബാക്കിലുള്ള ബാക്കിലെ ബോർഡ് വെച്ചിട്ട് നമ്മളത് ഫോട്ടോ ഇനി എങ്ങനെയാണ് ഇതിൽ ക്ലിപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് ഫോട്ടോയിൽ ഇത് ക്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിത് വോളിൽ ഹാങ് ചെയ്യുന്നതല്ല, അപ്പം കുറച്ച് അത്യാവശ്യം നല്ല ശക്തിയിൽ അവിടെ ചെയ്തിട്ടില്ലെങ്കിൽ വീണ് പോവില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഫ്രെയിം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ക്ലിപ്പ് ചെയ്ത ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊരു ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഫോട്ടോ ഫ്രെയിം വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വർക്ക് കാണണ്ടേ എല്ലാവർക്കും. Set your place on fire. Let's get high.